നമസ്കാരം. ഇന്ന് ഞായറാഴ്ച, ഇന്ന് അവധി ദിവസമാണ്. ഇന്നലെ അവധിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ വന്നു. 2 ബസ് കയറണം. പവർസ്കി ഡോർ വഴി നേരെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? സൺഡേ മാർക്കറ്റ്. ഓക്കെ, പിന്നെ കൂടുതൽ പേരുകളൊന്നും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇത് ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ്. ഈ സൈസ് ഈത്തപ്പഴമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അറബി രാജ്യത്തൊക്കെ ഉണ്ടാവും, ഇവിടെ നമ്മളെ നാട്ടിലുണ്ടാവില്ല. ഓക്കെ, ഇതേ കണ്ടില്ലേ, ഇത് ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. പിന്നെ ഈ കാണുന്നത് സൺഡേ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ, അതായത് യൂസ് ചെയ്ത് ആൾക്കാർ ഒഴിവാക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഷോപ്പാണ്. ഇതൊക്കെ സ്കേറ്റിംഗ് ഷൂ, പിന്നെ മറ്റേ ഇതിൻ്റെ കൂടുതൽ പേരുകളൊന്നും എനിക്കറിയില്ല. ഇതുണ്ട്. അപ്പോൾ എല്ലാ സാധനവും കിട്ടും. ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇലക്ട്രിക് സാധനങ്ങൾ, ഓക്കെ, ക്ലോത്ത്, ജാക്കറ്റ് എല്ലാം കിട്ടും. എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിലെ മരം മുറിക്കുന്ന മെഷീൻ, സ്റ്റില്ലിൻ്റെ പല മോഡൽസ് മെഷീൻ, ഇതൊക്കെ ഡ്രിൽ മെഷീൻ കണ്ടില്ലേ. പലതരത്തിലുള്ള മെഷീൻസ്, ഷൂ, അയൺ ബോക്സ്, അതായത് A to Z സാധനങ്ങൾ, തയ്യൽ മെഷീൻ എല്ലാം കിട്ടും. ക്ലോക്ക്, ടൈം പീസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ്. ഇതൊരു വലിയ മാർക്കറ്റാണ്. ഇത് കണ്ടില്ലേ, ഓരോ ആൾക്കാർ ഉപയോഗിച്ച് കളയുന്നത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയാണ് അവരുടെ ജോലി. വിലയൊക്കെ വളരെ കുറവാണ്. 4ൽ 1 ഭാഗം മാത്രമേ വില കിട്ടുള്ളൂ. ഷൂ ആണ്. ഇത് കണ്ട ജാക്കറ്റിൻ്റെ ഷോപ്പാണ്. പലതരത്തിലുള്ള ജാക്കറ്റ്സ്, ജീൻസ്, എല്ലാ സാധനങ്ങളുണ്ട്. ടൂൾസ്, കരകൗശല വസ്തുക്കൾ, വെട്ടുകത്തി, ആക്സോ എല്ലാം ഉണ്ട്. വെട്ടുകത്തി, ആക്സോ, ചുറ്റിയല്, ചിസില്, തേപ്പ് കരണ്ടി, പാത്രങ്ങളുണ്ട്. പാത്രങ്ങൾ ഉണ്ടോ? പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ ഒരു 10-15 യൂറോയാവും. നമുക്ക് ഇവിടുന്ന് മേടിക്കണമെങ്കിൽ ഒരു 2-3 യൂറോയ്ക്കൊക്കെ ഇവിടുന്ന് കിട്ടും. ഓക്കെ, നല്ല പാത്രങ്ങളാണ്. പിന്നെ കത്തിയുണ്ട്, പലതരത്തിലുള്ള കത്തികൾ എല്ലാം കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. സൺഡേ മാർക്കറ്റിലെ വിശേഷങ്ങൾ ഇതാണ്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ് റൂമിൽ നിന്ന്. വന്ന് സാധനം മേടിച്ചു. ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ മേടിച്ചു. ഓക്കെ, ഇത് കണ്ടില്ല, അടുത്ത ജാക്കറ്റുകൾ, സൈക്കിളിൻ്റെ സീറ്റ് വരെ ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ഉണ്ടോ? അതായത് A to Z സാധനങ്ങളും ഇവിടെ മേടിക്കാൻ കിട്ടും. ഇതെല്ലാം യൂസ് ചെയ്ത ഷൂകളാണ് കേട്ടോ, കണ്ടാൽ പറയില്ല. അത്രയും നല്ല ക്വാളിറ്റിയും അത്രയും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഷൂകളാണ് അല്ലേ. നമ്മളെ നാട്ടിലൊന്നും ഇതുപോലൊരു മാർക്കറ്റ് ഉള്ളതായിട്ട് അറിയില്ല. ഉണ്ടോടാ സച്ചി? ഇല്ല. നമുക്ക് OLX ഉള്ളത്. OLXിലുണ്ടോ സെക്കൻഡ് ഹാൻഡ്? ശരിയാണല്ലോ, ഉണ്ടല്ലോ.
ഇതൊക്കെ ടൂൾസിൻ്റെ വേറെ വേറെ കമ്പനിയുടെ ടൂൾസുകളാണ്. ഈ മാർക്കറ്റിൻ്റെ പേര് സൺഡേ മാർക്കറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മളിപ്പോൾ ബസ്സിലാണുള്ളത്. ബസ്സിൽ ഇരുന്നുകൊണ്ടിട്ട് നമുക്ക് കുറച്ച് ഗ്രാമഭംഗികളൊക്കെയാണ്. ഇത് ഗ്രാമപ്രദേശമാണ്. ഓക്കെ, നമ്മളുടെ നാട്ടിലെ മോഡൽ വീടുകളൊക്കെ ഇവിടെ ഉണ്ട്. വേണ്ടില്ലേ, കൂടുതലും തടി കൊണ്ടുള്ള വീടുകളാണ്. ആസ്പെറ്റോസ്, ഷീറ്റ്, ഓട്, പണ്ട് നമ്മളുടെ നാട്ടിലുണ്ടായിരുന്ന ടൈപ്പ് വീടുകളാണ് ഇവിടെ ഉള്ളത്. നല്ല ശാന്തസുന്ദരമായ വയലുകൾ. ഇതൊക്കെ കൃഷിയിടങ്ങളാണ്. ഓ, അതിൻ്റെ മുകളിലൊരു ചർച്ചില്ലേ, ഒരു വലിയ മല കണ്ട. അതിൻ്റെ മുകളിൽ വലിയ മലയുടെ മുകളിലൊരു ചെറിയ ചർച്ചല്ലേ അത്? ആ, ഓക്കെ. നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെ ഇവിടെ. അപ്പോൾ ഞങ്ങൾ സൺഡേ മാർക്കറ്റിൽ നിന്ന് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. നല്ല തണുപ്പാണ്, സൂപ്പർ തണുപ്പ്. അപ്പോൾ ബസ്സിനകത്ത് ഇരിക്കുകയാണ്. ബസ്സിൽ നമ്മൾ ബവസ്കി ഡോറിൽ ചെന്നിട്ട് അവിടുന്ന് അടുത്ത ബസ് കയറി സലോഗിൽ പോകും. ഞങ്ങൾ സലോഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇത് ലുബ്ലിയാന തന്നെ, ലുബ്ലിയാന സിറ്റിക്കുള്ള ഹാളിലുള്ള സ്ഥലം തന്നെയാണിത്. അപ്പം ഓർമ്മ വെച്ച സൺഡേ മാർക്കറ്റ്. അപ്പോൾ ലുബ്ലിയാനയിലുള്ള ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും, എല്ലാവർക്കും അറിയാം ഈ സ്ഥലം, വരാറുണ്ട്. ഒരുപാട് മലയാളീസ്, കൂടുതലും ഇവിടുത്തെ സ്വദേശികളാണ് ഇവിടെ വരാറുള്ളത്. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ വരാറുള്ളത്. അപ്പം എല്ലാവർക്കും നല്ല നമസ്കാരം, നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ, ടേക്ക് കെയർ.